അപ്പം 3 മണിക്കൂർ കൂടുതൽ കുതിർത്ത് വെച്ച് നമ്മുടെ കടലപ്പരിപ്പ് കരിവേപ്പിലയൊക്കെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി അരിഞ്ഞു പോകണ്ട, അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. അതിലോട്ട് ഉപ്പ്, മുളക്, കായപ്പൊടി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരുംജീരകം എല്ലാം കൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇനി എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് പരത്തി അങ്ങോട്ട് ഇട്ട് നമ്മൾ വറുത്തെടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പം ഈയിടെയായിട്ട് ഞാൻ പിന്നെ ഉഴുന്നുവട, പരിപ്പ് വട, ഏത്തക്കാപ്പം ഇതൊക്കെ തന്നെ റിപ്പീറ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് പാടുവാണ്. അതുകൊണ്ടാണ് അധികം കുക്കിംഗ് വീഡിയോസൊന്നും വരാത്തത്. പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്കറിയാം. കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും എൻ്റെ ചാനലിൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതുണ്ടാക്കിയപ്പം ജസ്റ്റ് വേഗം ഒന്ന് എടുത്തത്. അപ്പോൾ അങ്ങനെ പരിപ്പ് വടകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് വട. അപ്പം ഞാൻ ഇന്ന് വെറുതെ വീഡിയോ എടുത്തു. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോമ്പുതുറ സമയമൊക്കെ ആണല്ലോ. അപ്പം എല്ലാവരും എന്തൊക്കെയോ കഷ്ടപ്പെട്ട് വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ പുറകെ പോകുമ്പം ഉഴുന്നുവടയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉഴുന്നുവടയും ചട്നിയും. എന്തുകൊണ്ട് ഉഴുന്നുവടയൊന്നും ആരും ഇപ്പോൾ കൂട്ടുന്നില്ല എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.